നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 269 269. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 21 ശ്ലോകം 20. നൈതൽ ബദാധീശ പദം തവേപ്സിതം യന്മായയാ നസ്തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹായാസ്ത്വപി യർഹി മായയാ ലസ തുളസ്യാ തനുവാ വിലക്ഷിത. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, സർവേശ്വര സ്വശക്തി രൂപമായ മായ കൊണ്ട് ഞങ്ങൾക്കായിട്ട് യാതൊരു സൂക്ഷ്മഭൂതത്തെ ഉണ്ടാക്കുന്നുവോ, ഈ സ്ഥാനം അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ല. എങ്കിലും അനുഗ്രഹത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ. നമ്മുടെ അനുഗ്രഹത്തിനായി ഭവിക്കട്ടെ. എപ്പോൾ തുളസി കൊണ്ട് ശോഭിക്കുന്നതായ ശരീരത്തോടുകൂടെ കാണപ്പെട്ടുവോ, അതായത് ഭഗവാനെ വനമാല ചാർത്തിയിട്ട് കാണുക എന്നുള്ളത് വലിയ ഒരു സന്തുഷ്ടജനകമായിട്ട് കാര്യം എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. സകലത്തിനും കാരണം ഞാൻ തന്നെ, എങ്കിലും ഭക്തനായ നിനക്ക് സംസാരബന്ധുഹേതുവായ സ്ത്രീയാദി സുഖത്തെ ഞാൻ തരുന്നത് സമുചിതമല്ലല്ലോ. സ്ത്രീ സുഖം തരുന്നത് സമുചിതമല്ല എന്നാണ് പറഞ്ഞത്, ഉചിതമല്ല എന്നാണ് പറഞ്ഞത്. എന്ന് തോന്നാമല്ലോ എന്ന് ശങ്കിച്ചിട്ട് അതിന് മറുപടി പറയുന്നു. ഹേ സർവേശ്വര, ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതായ സ്ഥാനം, പ്രജാസൃഷ്ടി ചെയ്യുവാൻ ഉപകരിക്കുന്ന ഭാര്യയോടുകൂടെ ചേർന്ന് വസിപ്പാൻ ആഗ്രഹിച്ചതായ ഗൃഹസ്ഥാശ്രമ സ്വീകാരരൂപമായ സ്ഥാനം, ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുക എന്ന സ്ഥാനം സംസാര ദുഃഖ കാരണമായി വരാമെന്നുള്ള ഹിതചിന്ത നിമിത്തം നിന്തിരുവടിക്ക് ഇഷ്ടമായതായിരിക്കില്ല. ശ്രദ്ധിക്കണം. അപ്പോൾ സന്തതി പരമ്പരകളെ സൃഷ്ടിക്കാനല്ലാതെ കണ്ട് ശരീരസുഖത്തിനു വേണ്ടി പുരുഷൻ സ്ത്രീയെ വീഴ്ച ചെയ്യാൻ പാടില്ല. അനർഹമായിട്ട് എന്ന് പറയും. അർഹമായിട്ടുള്ളതല്ല, അനർഹമായിട്ട്. അതാണ് ഉത്താനപാദൻ എന്നുള്ള വാക്കുകൊണ്ട് ഭാഗവതം വിവക്ഷിക്കുന്നത്. ഉത്താനപാദ മഹാരാജാവിനെ പോലെ ആവരുത്. ഉത്താനപാദം എന്നുള്ള വാക്കിനർത്ഥം പുറങ്കാല് ആകാശത്തേക്കായിട്ട് കിടക്കുന്നവെന്നാണ്, കമിഴ്ന്ന് കിടക്കുക. ബാക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എത്രത്തോളം സ്ത്രീ സേവ ചെയ്യണോ അത്രത്തോളം ഓജസ് നഷ്ടം വരണമെന്നാണ് പറഞ്ഞത്. ശരീരത്തിൽ ഓജസ് നഷ്ടം വന്നാൽ തേജസ് ഉണ്ടാവില്ല. തേജസ് ഇല്ലെങ്കിൽ ഈശ്വരീയത മനസ്സിലാവില്ല. പിന്നെന്താ പറയുക? അപ്പോൾ സന്തതി പരമ്പരകളെ, തറവാട്ട് മഹിമ നിലനിർത്താൻ പുത്രനെ അല്ലെങ്കിൽ പുത്രീനെ ഉൽപ്പാദിപ്പിക്കാനല്ലാതെ ഉണ്ട് ശരീരസുഖത്തിനായിട്ട്. പക്ഷേ അത് അറിയണവർക്കറിയാം, അത് സുഖമല്ല, ഒരു തരം ദുഃഖമാണ്. അത് പറഞ്ഞ ആൾക്കാർ തെറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താ? ഗൃഹസ്ഥാശ്രമം സ്വീകാര്യരൂപമായ സ്ഥാനം. അപ്പോൾ ഹിതചിന്ത, അങ്ങയ്ക്ക് ഹിതചിന്ത നിമിത്തം നിന്തിരുവടിക്ക് ഇഷ്ടമായതായി വരിക്കുക. എങ്കിലും സംസാര സുഖത്തിന് ഉപകരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളിലും, ശബ്ദ സ്പർശ രൂപ രസഗന്ധാദി വിഷയങ്ങളെയും നിന്തിരുവടിയുടെ മായാശക്തിയെ കൊണ്ട് അങ്ങ് തന്നെയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്
സ്പർശന സുഖമൊക്കെ അങ്ങനെയല്ല ഉണ്ടാക്കിയിട്ടുള്ളതേ പറയുന്നു. അതിനാൽ അങ്ങയുടെ തുളസിമാല ധരിച്ചിരിക്കുന്ന ഈ ദിവ്യരൂപത്തെ കാണാൻ സംഗതി വരുന്ന പക്ഷം ആ വിഷയ സുഖാനുഭവം ഞങ്ങളുടെ അനുഗ്രഹത്തിനായി കൊണ്ടുഭവിക്കട്ടെ. ഭഗവാന്റെ ദർശനം അത് വലിയൊരു ചാരിതാർത്ഥജനകമായിട്ടുള്ള കാര്യമാണ്. 3 വിധമായ ഋണങ്ങളെ തീർക്കുന്നതിന് ഉപകരിക്കുമാറ് ഭവിക്കട്ടെ. അതായത് പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ. അതിന് വേണ്ടുന്ന മുഖ്യ ഉപകരണമായ ധർമ്മപത്നിയെ ലഭിപ്പാൻ മതിയായ അനുഗ്രഹം നൽകണമെന്ന് സാരം. എന്ത് പത്നി എന്നാണ് പറഞ്ഞത്? ധർമ്മപത്നി. ധർമ്മം കൊണ്ട് മോക്ഷം നേടാനുള്ള കർമ്മങ്ങളിലും താല്പര്യത്തോടു കൂടെ നിൽക്കേണ്ടവളെന്ന് അർത്ഥം വരും ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉത്താനപാദ മഹാരാജാവിന് സുശീലയായ സുനീതിയോടായിരുന്നില്ല താല്പര്യം. കാരണം എന്താ? അവിടെ സുരുചി ഉണ്ടായിരുന്നു, രുചി ഉണ്ടായിരുന്നു. അപ്പോൾ രുചിയുടെ പിന്നാലെ പോകരുത്. അതാണ് ഭാഗവതം നമ്മളെ കോഷം ചെയ്യണത്. എന്താ കോഷം ചെയ്യണത്? വികാരം കൊള്ളരുത്, വിചാരം കൊള്ളൂ. അപ്പോൾ ഗൃഹസ്ഥാശ്രമം ഏതുവിധമായാൽ ബന്ധിക്കാതിരിക്കുമെന്നതിനെ വിശദമാക്കിയിരിക്കുന്നു. ഇനി 21. തം ത്വാനുഭൂത്യോപരതക്രിയാർത്ഥം സ്വമായയാ വർത്തിത ലോകതന്ത്രം നമാമ്യഭീഷ്ണം നമനീയപാദ സരോജമൽപീയസി കാമവർഷം. ആനന്ദാനുഭവത്താൽ ക്രിയാസാധ്യമായ പ്രയോജനത്തിൽ വിരക്തനും, അതായത് ക്രിയാസാധ്യമായ പ്രയോജനത്തിൽ വിരക്തി പ്രയോജനത്തിൽ വിരക്തനും, തൻ്റെ ലീല കൊണ്ട് സമ്പാദിക്കപ്പെട്ട ലോകത്തിന് ആവശ്യമായ ഉപകരണത്തോടു കൂടിയവനും, അത്യല്പമായ ആരാധനത്തിൽ അമിതമായ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവനും, അല്പമായ കുറച്ച് ഭഗവത് സേവ ചെയ്താൽ മതി, അമിതമായ ആഗ്രഹത്തെ സാധിപ്പിക്കും. ഇതാർക്കും അറിയില്ല. അപ്പോൾ ഭഗവാനെ ഒരു തരത്തിലും സന്തോഷിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കിട്ടുക? ഒന്നും കിട്ടില്ല. കുറച്ച് എന്തെങ്കിലും ചെയ്താൽ കൂടുതൽ ആഗ്രഹത്തെ സാധിപ്പിക്കും. പിന്നെയോ നമസ്കരിക്കപ്പെടുവാൻ യോഗ്യമായ ചരണാരവിന്ദത്തോടു കൂടിയവനുമായ നമ്മളൊരാളെ നമസ്കരിക്കുകയാണെങ്കിൽ അതിന് യോഗ്യനാണോ അല്ലയോ എന്ന് നമ്മൾ അറിയണം. ആ നിന്തിരുവടിയെ അനേക പ്രാവശ്യം ഞാൻ നമസ്കരിക്കുന്നു. എത്ര? അനേക പ്രാവശ്യം. ഇന്യൂമറബിൾ, എണ്ണിയ തീരാത്ത അത്ര. അനേകം. സദാസേവ്യ. മുകളിൽ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. മുകളിൽ വിവരിച്ച വിധത്തിൽ ഭഗവാനെ സ്തുതിക്കുകയും സ്വാഭിലാഷത്തെ പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം ഭഗവാന്റെ ആനന്ദാനുഭൂതി മാഹാത്മ്യത്തെയും ഭക്തന്മാർക്ക് ചെയ്യുന്ന പരമോപകാരത്തെയും, ഭഗവാൻ പരമോപകാരം ചെയ്യുന്നുണ്ട്, വർണ്ണിച്ചും കൊണ്ട് നമസ്കരിക്കുന്നു. ഹേ ഭഗവൻ, നിന്തിരുവടി പൂർണ്ണാനന്ദ സ്വരൂപനായതുകൊണ്ട്, നിന്തിരുവടി പരിപൂർണ ആനന്ദ സ്വരൂപനായതുകൊണ്ട് ക്രിയാസാധ്യമായിരിക്കുന്ന യാതൊരു ഫലത്തെയും ആഗ്രഹിക്കുന്നില്ല. ക്രിയാസാധ്യം കർമ്മം കൊണ്ട് ചെയ്യാൻ സാധിക്കണത് കർമ്മം കൊണ്ട് തന്നെ നമ്മൾ നേടണം. ധനസമ്പാദനം കർമ്മം കൊണ്ട് ചെയ്യേണ്ടതാണ്. പ്രവർത്തിക്കാണ്ട് വെറുതെ കിട്ടണേ ഭഗവാൻ എന്ന് വിചാരിക്കണം തെറ്റാ. അപ്പോൾ ലോകസൃഷ്ടിക്ക് ആവശ്യമായ സകല ദ്രവ്യങ്ങളും അങ്ങയുടെ ലീലാരൂപമായ സങ്കല്പത്താൽ തന്നെ സിദ്ധിക്കുന്നു. അല്പമായ ആരാധന ചെയ്യുന്നവനും അഭീഷ്ടത്തെ ദാനം ചെയ്യുന്നു. എത്രയുണ്ട്? പ്രശ്നമില്ല. കുറച്ചെന്തെങ്കിലും അങ്ങോട്ട് ചെയ്താൽ അതിനെ 10 ഇരട്ടി ഇങ്ങോട്ട് ഉപകാരപ്പെടും. ഇപ്രകാരമായതുകൊണ്ട് അങ്ങയുടെ പാദാരവിന്ദം തന്നെയാണ് നമസ്കരിപ്പാൻ യോഗ്യമായിരിക്കുന്നത്. ഭഗവാനെ നമസ്കരിക്കേണ്ട ആവശ്യം എന്താ ചോദിക്കുകയാണ്. അതിന് പറയണത് കുറച്ച് അങ്ങോട്ട് സേവ ചെയ്താൽ അതിൻ്റെ 10 ഇരട്ടി ഇങ്ങോട്ട് കിട്ടും. പിന്നെന്തുകൊണ്ട് ചെയ്തുകൂടാ? അതിനാൽ സ്വാനന്ദാനുഭവത്താൽ, സ്വന്തം അനുഭവം, ആനന്ദം അനുഭവത്താൽ സംതൃപ്തനും പരോപകാരിയും ആയ അങ്ങയെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനാണ് ദീർഘവീക്ഷണം വേണം പറയും.
മൈത്രേയ ഉവാച 22-ാമത്തെ ശ്ലോകം. ഇത്യവ്യളീകം പ്രണുതോ അബ്ജനാഭസ്തൻ സ്തമാഭഭാഷേ വജസാമൃതേന സുവർണപക്ഷോ പരിരോചമാന പ്രേമസ്മിതോ വീക്ഷണ വിഭ്രമദ്ഭ്രൂ. ഇപ്രകാരം കപടം കൂടാതെ നല്ലവണ്ണം സ്തുതിക്കപ്പെട്ട ശ്രീനാരായണൻ ഗരുഡൻ്റെ ഉപരിഭാഗത്തിരുന്ന് വിളങ്ങുന്നവനും പ്രേമത്തോട് ചേർന്നിരിക്കുന്ന മന്ദഹാസത്താൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന കടാക്ഷം നിമിത്തം ചലിപ്പിക്കുന്ന പുരുകങ്ങളോടുകൂടിയവനുമായിട്ട് അവനോട്, അതായത് കർദമ പ്രജാപതിയോട് അമൃതമായ വാക്കുകളാൽ സംഭാഷണം ചെയ്തു. ഭഗവാന്റെ വാക്കുകൾ തന്നെ അമൃതവർഷമാണ്. മൈത്രേയൻ പറഞ്ഞു. ഞാൻ ഭാവാർത്ഥം പറയാണ്. കർദമ പ്രജാപതിയുടെ പരമാർത്ഥ ഭക്തിപൂർവകമായ ഇപ്രകാരമുള്ള സ്തോത്രത്തെ കേട്ട് ആനന്ദിച്ച ഭഗവാൻ ശ്രീ പത്മനാഭൻ ഗരുഡവാഹനത്തിന്മേൽ ഇരുന്നു വിളങ്ങുന്ന ആ മനോഹരമായ സ്വരൂപമുള്ള ദേവൻ പ്രേമസൂചകമായ മന്ദഹാസത്തോടുകൂടെ കടാക്ഷിക്കുന്ന, അത് ഡിവൈനാണ് എന്ന് മനസ്സിലാക്കണം. ഭഗവാന്റെ അവലോകനം, പ്രേമ നിറഞ്ഞ തിരനോട്ടം എന്നൊക്കെ പറയാം. അത് ഡിവൈനാണ്, ശാരീരികമല്ല. അപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ, ഒരു പുരുഷൻ സ്ത്രീയെ ആധ്യാത്മിക ഭാവത്തിൽ കടാക്ഷം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ശരീരത്തിന് തുളയ്ക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, അത് അവർക്ക് വേഗം മനസ്സിലാവും ചെയ്യും. തല്ലുകൊള്ളാൻ പിന്നെ വേറെ പണിയൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ അപ്പോൾ പറഞ്ഞു, മന്ദഹാസത്തോടുകൂടെ കടാക്ഷിക്കുന്ന സമയത്തിൽ വിലാസത്തെ പ്രകാശിപ്പിക്കുന്ന പുരുകങ്ങളോടുകൂടിയ ആ പുരുഷോത്തമൻ അമൃത സദൃശമായ മധുരവാക്ക് കൊണ്ട് ആ ഭക്തനോട് ഈ വിധം പറഞ്ഞു എന്നാണ്. ശ്രീ ഭഗവാനുവാച 23. വിദിത്വാ തവ ചൈത്യം മേ പുരൈവ സമയോജിതത് യഥർത്ഥമാത്മനീയമേ സ്വയേവാഹം സമർച്ചിത. അതാണ് ശ്ലോകം. യാതൊന്നിനായിക്കൊണ്ട് നിൻ്റെ നിയമങ്ങളാൽ എന്നാൽ ഞാൻ പൂജിക്കപ്പെട്ടുവോ? നിയമാനുസരണമായ പൂജ ചെയ്യണം, യഥാവിധി പൂജ ചെയ്യണം. എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പൂജിക്കപ്പെട്ടുവോ? നിൻ്റെ ആ അഭിപ്രായത്തെ അറിഞ്ഞിട്ട് മുമ്പ് തന്നെ എന്നാൽ സംയോജിക്കപ്പെട്ടു. ഞാൻ ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം. യമനിയമാദികളോടുകൂടെ ഏതൊന്നിനെ ആഗ്രഹിച്ചുകൊണ്ട് ഭവാൻ എന്നെ ശ്രദ്ധയോടുകൂടി പൂജിച്ചുവോ, നിൻ്റെ ആ മനോരഥത്തെ, നിൻ്റെ മാനസികാവസ്ഥയെ, മനസ്സിലെന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കുന്ന ഞാൻ ആ കാര്യനിവൃത്തിക്ക് വേണ്ടതൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് പുത്രോൽപത്തിക്ക് സഹായകമായ ഒരു വധുവിനെ വേണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എടോ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ ആവശ്യമാണ് കർദമ പ്രജാപതി വിവാഹം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും തക്കതായ അനുഗ്രഹങ്ങളെ വർഷിക്കാൻ ഭഗവാൻ കാത്തു നിൽക്കുകയാണ്. ഇനി 24-ാമത്തെ ശ്ലോകം. ന വൈ ജാതു മൃഷൈവസ്യാൽ പ്രജാധ്യക്ഷമദർഹണം ഭവത് വിദേശരിതരാം മയി സംഗൃഭിതാത്മനാം. ഹേ പ്രജാപതേ, എന്നിൽ ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരുടെ എൻ്റെ പൂജ ഒരു കാലത്തും നിഷ്ഫലമായി വരികയില്ല. ഞാൻ ഈ പ്രഭാഷണ പരമ്പരകളിൽ ഇത്ര ആകൃഷ്ടനാവാൻ കാരണം എന്താ? ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് കിട്ടേണ്ടതൊക്കെ ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ വ്യാകുലപ്പെടുന്നത്?
സി എനിക്കിപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ കാശ് യൂട്യൂബ് തരികയായിരിക്കും. ആജീവനാന്തം അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഒരു 60-65 വയസ്സ് വരെ സമ്പാദിക്കാൻ, നല്ല നിലയിൽ സമ്പാദിപ്പിക്കാനുള്ള വ്യവസ്ഥ ഭഗവാൻ ചെയ്തു വച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ മര്യാദ പെൻഷനുമുണ്ട്. പിന്നെ ഒരേ ഒരു കാര്യം, അത് ആർക്കാണെങ്കിലും ശരി, എത്ര ഉള്ളവനാണെങ്കിലും ശരി, മഹാവ്യാധി വന്നാൽ ഒന്നും നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ എനിക്ക് യാതൊരു വ്യാകുല ചിന്തകളുമില്ല. ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ആവണോടോ എന്ന് പലവരും സങ്കടപ്പെടുന്നുണ്ട്. എന്നെ അറിയണ ആൾക്കാർ, എന്തിനാ ഇങ്ങനെ വയസ്സുകാലത്ത് ബുദ്ധിമുട്ടണേ, തനിക്ക് മുണ്ടാണ്ടൊരു ഭാഗത്തിരുന്നാൽ പോരാ. എനിക്ക് ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ത്വരിത ഭഗവാൻ തന്നത് ഞാനെന്തിനാ വേണ്ട വയ്ക്കണത്? അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്നെപ്പോലുള്ളവരിൽ വിശേഷിച്ചും ഭഗവാൻ പറയാണ്, സാധാരണ ഭക്തന്മാരെന്നെ ഞാൻ കൈവിടില്ല, പിന്നെ എന്നെപ്പോലുള്ളവരുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു, ഹേ പ്രജാപതേ, ആര് എന്നെ ആരാധിക്കുന്നതായാലും ആരായിക്കോട്ടെ, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, സ്ത്രീ, പുരുഷ, ആസുരീയ, രാക്ഷസ, ആരായാലും കുഴപ്പമില്ല, ആ ആരാധനം ഒരു കാലത്തും നിഷ്ഫലമാവുകയില്ല. പിന്നെന്താ? അപ്പോൾ അവിടെ നിഷ്ഫലമായി വരികയില്ല. വിശേഷിച്ചും എന്നിൽ തന്നെ വിധിപ്രകാരം മനസ്സിനെ ഉറപ്പിച്ച് ഭജിക്കുന്ന അങ്ങയെപ്പോലെയുള്ളവരിൽ എൻ്റെ അനുഗ്രഹം പരിപൂർണമായിട്ടുണ്ടാവും. പരിപൂർണം. മമ ശരണം തവ ചരണം, മമ ശരണം തവ ചരണം. അതാണ് എനിക്ക് ശരണം ഭഗവാന്റെ പാതാരബിന്ദങ്ങളാണ് എന്നൊരു ഉറപ്പുണ്ടായാൽ മതി. ഇനി 25, 26, 27 3 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോകും. പ്രജാപതിസുത സാമ്പ്രാൻ മനുർ വിഖ്യാതമംഗള ബ്രഹ്മാവർത്തം യോ അധിവസൻ സാസ്തി സപ്താർണവാം മഹീം സ ച ഇഹ വിപ്ര രാജർഷിർമഹിഷ്യാ ശതരൂപയാ ആയാസ്യതീത് ദൃക്ഷുസ്ത്വാം പരശോ ധർമ്മഗോവിതാം ആത്മജാമസിതാപാംഗീം വയശീലഗുണാന്വിതാം മൃഗയന്തീം പദീം ദാസ്യത്യനുരൂപായ തേ പ്രഭോ. അനുരൂപായ, അങ്ങയ്ക്ക് അനുരൂപമായിട്ടുള്ളവളെ ഞാൻ കൊടുന്ന് തരുന്നുണ്ടെന്നാ. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥത്തിലേക്ക് പോവാം. ബ്രഹ്മാവിൻ്റെ പുത്രനും ചക്രവർത്തിയും സുപ്രസിദ്ധമായ മംഗളകർമ്മത്തോടുകൂടിയവനുമായ യാതൊരു മനു ബ്രഹ്മാവർത്തം എന്ന സ്ഥാനത്തിൽ വസിക്കുന്നവനായിട്ട് 7 സമുദ്രങ്ങളാൽ ചൂഴപ്പെട്ട ഭൂമിയെ ശാസിക്കുന്നു, അതായത് ഭരിക്കുന്നു. ധർമ്മങ്ങളെ നന്നായി അറിയുന്ന, ധർമ്മങ്ങളെ കൊണ്ടാണ് പരിപാലിക്കുന്നത്. ധർമ്മം ഇല്ലെങ്കിൽ മോശ. അപ്പോൾ ഋഷിതുല്യനും രാജാവുമായ അദ്ദേഹം ശതരൂപ എന്നു പേരായ ചക്രവർത്തിനിയോടുകൂടി, ശതരൂപ ശതരൂപ പല രൂപത്തോടു കൂടിയിട്ടുള്ളത്, പക്ഷെ മനസ്സൊന്നാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നു മുതൽ 3-ാമത്തെ ദിവസത്തിൽ ഭഗവാൻ ഇദ്ദേഹത്തിനെ കണ്ട 3-ാം പക്കം ശതരൂപ നിങ്ങൾ ഭാര്യയായി തീരുന്ന കഥ പറഞ്ഞതേ. അപ്പോൾ ഇന്നു മുതൽ 3-ാമത്തെ ദിവസത്തിൽ സമർത്ഥനായ ബ്രാഹ്മണ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നവനായിട്ട് വരും. അനുരൂപമായ പ്രായവും സ്വഭാവ ഗുണവും ഉള്ളവളും. 10,000 സംവത്സരങ്ങളാണ് ഇദ്ദേഹം തപസ് ചെയ്തത്. അതിനനുസരിച്ചിട്ട് രൂപശീല ഗുണമുള്ളവളാണ് വരാൻ പോണത്. കറുത്ത നിറമുള്ള കടക്കണ്ണുകളോടുകൂടിയവളും ഭർത്താവിനെ അന്വേഷിക്കുന്നവളുമായ പുത്രിയെ അനുരൂപനായ നിനക്കായിക്കൊണ്ട് ദാനം ചെയ്യും. പുത്രീനെ രാജാവ് ദാനം ചെയ്യും നിനക്ക് എന്ന് സമാശ്വസിപ്പിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. തപസ് ചെയ്യുന്നതിൻ്റെ ആവശ്യം മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞതിനാൽ, അതാണ് ഭഗവാൻ അറിയാണ്ട് നമ്മൾ എന്ത് തപസ് ചെയ്യുക അറിയും.
അങ്ങയുടെ ആ അഭിലാഷം സാധിപ്പാൻ വേണ്ടുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞുവല്ലോ. അതിനെ വിവരിക്കുന്നു. ഹേ പ്രജാപതേ, എന്നെ സേവിക്കുന്നത് എപ്പോഴും ആർക്കും നിഷ്ഫലമായി വരികയില്ല. ഇതാണ് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്. ഇതിന് ഞാനും കൂടിയും ഒരു ഉത്തമ ഉദാഹരണമാണ്. എന്നെ ഭഗവാൻ എങ്ങനെയാണ് ഉള്ളംകൈയിലെ വെണ്ണയെപ്പോലെ, വെയിൽ കൊണ്ടാൽ വെണ്ണ ഉരുകും, വെളിച്ചം കണ്ടാൽ അല്ലേ, അപ്പോൾ ആ വെണ്ണയുടെ സ്വാഭാവികമായ അവസ്ഥയ്ക്ക് മാറ്റം വരാത്ത രീതിയിൽ എനിക്ക് യാതൊരു പോറലും ഏൽക്കാതെ കൊണ്ട് ഭഗവാൻ ആൾ അലോങ് ദീസ് ഇയേഴ്സ്, കുട്ടിക്കാലം മുതൽക്ക് ഇന്ന് വരെ പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായാലും പരാജയം എന്നുള്ളത് എനിക്കുണ്ടായിട്ടില്ല. അപ്പോഴേക്കും ഭഗവാൻ ആരേനെങ്കിലും കർമ്മകുശലന്മാരായിട്ടുള്ള ചിലവരെ, അതിൽ എൻ്റെ ഒരു ചേച്ചി പ്രധാനക്കാരിയാണ് ഇനി, അതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താ? നിഷ്ഫലമായി വരികയില്ല. അനുരൂപ ഫലത്തെ ഞാൻ അവർക്ക് നൽകാതിരിക്കയില്ല. അതാണ് അനുരൂപ ഫലത്തെ. എക്സ്ട്രാ തരില്ല. നമ്മൾ എന്തിന് ആയിട്ടുണ്ട് അതിന് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനും സുപ്രസിദ്ധങ്ങളായ മംഗളകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവനും ബ്രഹ്മാവർത്തം എന്നു പേർ പറയപ്പെടുന്ന പുണ്യസ്ഥലത്തിരുന്ന 7 സമുദ്രങ്ങളാൽ ചൂഴപ്പെട്ടിരിക്കുന്ന ഭൂമിയെ മുഴുവനും ധർമ്മം തെറ്റാതെ, ധർമ്മം പരിപാലിച്ചുകൊണ്ട് ചക്രവർത്തിയുമായ സ്വയംഭുവൻ എന്ന വിഖ്യാതനായ മനുവാകുന്ന രാജർഷി, ഹേ ബ്രാഹ്മണ, പട്ടമഹിഷിയായ ശതരൂപയോടുകൂടെ ഇന്നു മുതൽ 3-ാം നാൾ അങ്ങയെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വരും. അവരുടെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരും. ധർമ്മത്തിൽ നിപുണനായ ആ രാജർഷി അതിസുന്ദരിയും പ്രായം, സൗന്ദര്യം, സൽഗുണം എന്നിവയാൽ അങ്ങയ്ക്ക് അനുരൂപയുമായ പുത്രിക്ക് സദൃശനായ വരനെ അന്വേഷിച്ചു കൊണ്ടുവരും. അവരുടെ പുത്രിക്ക് യോജിച്ച ഭർത്താവായ അങ്ങയ്ക്ക് ആ കന്യകയെ ദാനം ചെയ്യും. ഇങ്ങനെ അങ്ങയുടെ അനുരൂപ ഭാര്യാലാഭരൂപമായ ആഗ്രഹം സാധിക്കും. നത്തിങ് ടു വറി, ഗോ എഹഡ്, ടേക്ക് കെയർ എന്ന് പറഞ്ഞു. ഇനി 28ഉം 29ഉം ശ്ലോകം ഒപ്പം പോകും. അതെങ്ങനെയാ? സമാഹിതം തേ ഹൃദയം യത്രേ മാൻ പരിവത്സരാൻ സാത്വാം ബ്രഹ്മൻ നൃഭവധു കാമം ആശു ഭജിഷ്യതി. യാത ആത്മഭൃതം വീര്യം നവധാ പ്രസവിഷ്യതി വീര്യേ ത്വദീയേ ഋഷയാ ആധാസ്യന്ത്യഞ്ജസാ ആത്മന. അല്ലയോ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണ, പൂണൂലിട്ടവർക്ക് മുഴുവൻ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കില്ല. കാരണം അത് തന്നെ കർമ്മകുശലത വേണം. 3 നേരം ഗായത്രി ജപിക്കണം, സൂര്യന് ശുദ്ധോദകം സമർപ്പിക്കണം. യാതൊരുത്തിയിൽ അങ്ങയുടെ മനസ്സ് ഈ കൊല്ലങ്ങളിൽ 10,000 സംവത്സരം അങ്ങ് തപസ് ചെയ്തിട്ടുണ്ടല്ലോ അവൾക്ക് വേണ്ടിയിട്ട്, വേണ്ടതുപോലെ സമർപ്പിക്കപ്പെട്ടുവോ? യാതൊരുവൾ അങ്ങയുടെ ആത്മാവിൽ ധരിക്കപ്പെട്ടിരിക്കുന്ന വീര്യത്തെ 9 പ്രസവിക്കുമോ? ആ രാജപുത്രി അങ്ങയെ ശീഘ്രം അവളുടെ ഇഷ്ടത്താൽ തന്നെ ഭജിക്കും. ഭാര്യയ്ക്ക് ഈശ്വരപ്രാർത്ഥന കൂടാണ്ട് ഭർത്താവിനെ ഭജിക്കുക, അത് ആവശ്യമാണ്. ഭർത്താവിനെ ഭജിക്കാത്ത സ്ത്രീ ഭാര്യ എന്ന പദത്തിന് ലായ്ക്കല്ല. അപ്പോൾ അങ്ങയുടെ വീര്യജാതകളായ അവരിൽ സുഖേന ആത്മസ്വരൂപങ്ങളെ ജനിപ്പിക്കും. ആത്മാവിൻ്റെ സ്വരൂപങ്ങളെ ജനിപ്പിക്കുക. അതിനൊക്കെയാണ് ഭാര്യയെ ജായയാൾ, എന്നെ ജനിപ്പിച്ചവൾ എന്നൊക്കെ അർത്ഥം പറയും. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ബ്രഹ്മത്തെ അറിഞ്ഞ് ഉപാസിച്ചിരിക്കുന്ന അങ്ങയുടെ സങ്കല്പം സത്യമായി ഭവിക്കും. ഈ 10,000 സംവത്സരകാലം യാതൊരു ഭാര്യയെ ആഗ്രഹിച്ചിട്ട് മനസ്സിനെ ഏകാഗ്രതയോടെ അടക്കി വച്ചുവോ, ആ ഭാര്യയായിട്ട് അങ്ങയ്ക്ക് ലഭിക്കുന്ന
ആ കന്യകയിൽ അങ്ങയുടെ വീര്യത്തിൽ നിന്ന് 9 കന്യകമാർ ജനിക്കുന്ന എന്നിട്ടോ ഒരാൺകുട്ടി ഉണ്ടാവും. അവരെ മരീചിയാദികളായ ഋഷികൾ കല്യാണം കഴിക്കും. അവരിൽ ആ ഋഷികളുടെ വീര്യത്തിൽ നിന്ന് അവർക്ക് തുല്യന്മാരായ സൽപുത്രന്മാർ ഉത്ഭവിക്കും എന്ന് പറഞ്ഞു. ഇനി 30-ാമത്തെ ശ്ലോകം. ത്വം ച സമ്യഗനുഷ്ഠായ നിദേശം ഉഷത്തമാം മയി തീർത്ഥീകൃതാശേഷക്രിയാർത്ഥോ മാം പ്രബൽസ്യസേ. അത്യുത്കൃഷ്ടനായ അങ്ങും എൻ്റെ കൽപ്പനയെ വേണ്ട വിധം അനുഷ്ഠിച്ചിട്ട്, ഭഗവാന്റെ കൽപ്പനയെ വേണ്ട പോലെ അനുഷ്ഠിച്ചിട്ട് എന്നിൽ സമർപ്പിക്കപ്പെട്ട സകല ക്രിയാഫലങ്ങളോട് കൂടിയവനായിട്ട്, നാം ചെയ്യുന്ന ക്രിയയുടെ ഫലങ്ങളൊക്കെ നമ്മൾ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കണം. നമ്മൾ സ്വീകരിക്കരുത്. സ്വീകരിച്ചാൽ ഭഗവാന്റെ ഭക്തനാവില്ല നമ്മൾ. കർമ്മം ചെയ്യണതൊക്കെ ഭഗവാനിൽ അർപ്പിക്കുക. അപ്പോൾ പറഞ്ഞു എന്നെ പ്രാപിക്കും, ക്രിയാഫലങ്ങളോട് കൂടിയവനായിട്ട് എന്നെ പ്രാപിക്കും. അപ്പോൾ നിഷ്കാമകർമ്മം ചെയ്യാണ്ട് ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതായത് മോക്ഷം വേണോ? മോക്ഷം വേണമെങ്കിൽ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മബലം തരുന്നത് ഈശ്വരനല്ലോ, അത് വേണ്ട വയ്ക്കണം. അവിടെ നിർത്താം. ഇനി നമുക്ക് എന്താണെന്നാ പറയുക, ഒരു 10-15 മിനിറ്റ് ശ്രീകൃഷ്ണ കഥാമൃതം കൂടിയും പറയണം. ഇപ്പോൾ വളരെ ലേറ്റ് ഈവനിങ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 270 അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ വേണ്ട പോലെ അനുഗ്രഹരൂപത്തിൽ കിട്ടണമെങ്കിൽ വേദത്തിൽ പറഞ്ഞ പോലെയൊക്കെ അല്ലെങ്കിൽ ഭാഗവതത്തിൽ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ലോകാ സമസ്താ സുഖിനോ ഭവന്തു ആയിരിക്കണം. അല്ലാണ്ട് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമൊക്കെ നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ എന്താ തരിക നമുക്ക് ആവശ്യം വരുമ്പോൾ. അതുകൊണ്ടാണ് ഏവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. നാളെ കാണാം.